പരാജയത്തെ പരാജയമായി കാണുവാൻ സാധിക്കാത്തത് രോഗമാണ്. സുനിൽകുമാറിനെയും UDF-നെയും ബാധിച്ചിരിക്കുന്ന രോഗം അതാണ്. ശ്രീ സുരേഷ് ഗോപി MP-യുടെ വിജയത്തെ അംഗീകരിക്കുവാൻ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും സാധിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണങ്ങളാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നത്. നട്ടെല്ലുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ സുനിൽകുമാറും UDF-ഉം ഹൈക്കോടതിയെ സമീപിക്കുവാൻ തയ്യാറാവണം. അല്ലാതെ ജനങ്ങളെ പറ്റിക്കുവാൻ വേണ്ടി, നരേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും ഒത്തൊരുമിച്ച് കഷ്ടപ്പെട്ട് നേടിയ വിജയത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല ഇടതുപക്ഷവും വലതുപക്ഷവും ചെയ്യേണ്ടത്. നമുക്കറിയാൻ സാധിക്കും, ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൃത്യമായി ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. 1,19,655 വോട്ടുകൾ തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അപേക്ഷകളായിട്ട് പുതിയ വോട്ടർ പട്ടികയിൽ ചേരുവാനുള്ള അപേക്ഷകളായി ലഭിച്ചു. 1,10,477 വോട്ടുകൾ പുതുതായി ചേർക്കപ്പെട്ടു. ഈ ചേർക്കപ്പെട്ട വോട്ടുകളിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ, അതിനെതിരെ പരാതി കൊടുക്കുവാൻ 3 അവസരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നും പരാതി പറയാത്ത ഇടതുപക്ഷവും വലതുപക്ഷവും ഇപ്പോൾ നടത്തുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ, പ്രത്യേകിച്ച് സുരേഷ് ഗോപി MP-യുടെ വിജയത്തെ അംഗീകരിക്കുന്നതിലുള്ള പ്രയാസമാണ്.